Day 1. മനുഷ്യനെപ്പോഴും പുതുമ തരുന്നത് എന്തിനേയും എക്സ്പ്ലോർ ചെയ്യാൻ വല്ലാത്ത ഉത്സാഹമായിരിക്കും അല്ലേ? അതൊരു മനുഷ്യൻ അത്രയും തീവ്രമായി ആഗ്രഹിച്ചിരുന്ന ഒന്നായിരുന്നെങ്കിൽ പറയേ വേണ്ട. അതെ, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു പ്ലേസിലാണ് കേട്ടോ. ഇടമില്ലെന്നറിയുന്നിടത്ത് പിടിച്ചു നിൽക്കുന്നതും സ്നേഹം പിടിച്ചു പറിക്കുന്നതും ഒടുവിൽ ഒറ്റപ്പെടലിൻ്റെ ഗർത്തങ്ങളിൽ തള്ളിയിടപ്പെടുമ്പോൾ തോറ്റു ജയിക്കാൻ മറന്ന നമ്മളെ ഓർത്ത് കരയാനായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ നമുക്കിടമില്ലാത്ത ഇടങ്ങളിൽ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്നതിൽ ഒരർത്ഥമില്ലെന്നേ. നമ്മളാക്കി മാറ്റുന്ന, നമ്മളെ ആഴത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ കയറി ചെന്ന് ജീവിതത്തിൻ്റെ പൂർണ്ണത കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ വിജയമെന്ന് പലപ്പോഴായി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ജീവിത വളർച്ചയുടെ ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുമെന്ന് എനിക്ക് എൻ്റെ ആത്മാവിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരിടത്താണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആദ്യമേ ഇങ്ങനെയൊരു വഴിത്തിരിവിന് നിമിത്തമായ എൻ്റെ കസിൻ ജിജുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ക്ലേ ആർട്ട് പഠിച്ചും പഠിപ്പിച്ചും മുൻപോട്ട് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ഐക്യ ആർട്ട് ഫോം വെറും ഒരു കൾച്ചറൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ ചുരുക്കാൻ പറ്റില്ല. നമുക്ക് മുന്നിലേക്ക് തുറക്കപ്പെട്ട വിശാലമായ ഭൂമിയെക്കുറിച്ചറിഞ്ഞ് മനോഹരമായ പ്രകൃതിയുടെ മക്കളായി മണ്ണിനെയും മനുഷ്യനെയും തിരിച്ചറിയാൻ പറ്റുന്നൊരിടം. ഒരു പറ്റം അപരിചിതർ ഇത്രയും ഭംഗിയിൽ തുന്നി ചേർക്കപ്പെട്ട ഇടം. എങ്ങനെയൊക്കെ വർണ്ണിച്ചാലും അത് കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നൊരിടം. സിറാമിക് ആർട്ടിസ്റ്റായ നേഹ പുൽവാറിനെ പോലൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഐക്യ ആർട്ട് ഫാം സംഘടിപ്പിക്കുന്ന 2 days ക്ലേ ആർട്ട് വർക്ക്ഷോപ്പിലേക്ക് എന്നെ ആകർഷിച്ച ഏക ഘടകം. താരതമ്യേന എൻ്റെ കലകൗശല പരിപാടികളിൽ താല്പര്യം പ്രകടിപ്പിക്കാത്ത സിയമോള് ജിജു അയച്ചു തന്ന പോസ്റ്റർ കണ്ടതും ഞാനുണ്ട് ഉമ്മച്ചെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ തന്നെ തീരുമാനിച്ചു. ആവേശപ്പുറത്ത് യെസ് പറഞ്ഞെങ്കിലും പിന്നെ തെളിഞ്ഞു വന്ന 100,000 ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരമായി കൂടെ നിന്ന ബാബുരാജ് സാറിൻ്റെ ക്ഷമ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. തിരക്കുകളിൽ നിന്ന് അല്പം മാറി മറ്റു ജോലികളുടെ ആദിവ്യാധികളൊന്നുമില്ലാതെ സ്വസ്ഥമായിരിക്കാൻ ഒരിടം തേടി വന്നവരും, പുതിയ ആർട്ട് ഫോം പഠിക്കാനായി വന്നവരും, മെഡിറ്റേഷന് വേണ്ടി വന്നവരും, അങ്ങനെ എന്തൊക്കെയോ തേടി വന്നു. അതിനെയൊന്നും നിരാശപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല ഒരുപടി ബാല്യത്തിൻ്റെ നറുമണം സമ്മാനിച്ചെന്ന് വേണം പറയാൻ. ഒരാർട്ടിസ്റ്റിന് വേണ്ടത് ഉള്ളിലെ കഴിവിനെ പുറത്തെടുക്കാൻ പാകത്തിൽ ശാന്തമായൊരു അന്തരീക്ഷമാണ്. ആർട്ടിസ്റ്റിന് മാത്രമല്ല കേട്ടോ, മറ്റ് പലർക്കും വേണ്ടത് ഇന്ന് ശാന്തമായ ഒരിടമാണ്. അതെന്തായാലും നിങ്ങൾക്ക് നൽകുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്ന ഒരിടം തന്നെയാണിത്. മനസ്സും ശരീരവും ഏകാഗ്രതയോടെ മുഴുനീളം സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ ലഭിച്ചത് അത്രയും മനസ്സമാധാനം മാത്രമായിരുന്നില്ല കേട്ടോ, മറിച്ച് ഞങ്ങൾക്കുള്ളിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു കഴിവിനെയും കൂടിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.